പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ദേശത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരിക്കും നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയും വചനം ശ്രവിക്കാൻ ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ പദ്ധതി ഒരുക്കി വന്നതല്ല, മറിച്ച് കർത്താവ് നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. വിശ്വസിക്കുന്നുവോ? യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാൽ അല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിതാവ് നമ്മളെ ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയിലായിരിക്കാൻ, ശുശ്രൂഷയിലായിരിക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒരു നിമിഷം വലതുകരയോർത്തിയും കർത്താവിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഓർത്ത് നന്ദി പറഞ്ഞ് മനസ്സ് തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ദേശത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരിക്കും ഞങ്ങൾ ഓരോരുത്തരും ഈ ശാലോം കൂട്ടായ്മയിലൂടെ, ഈ ജാഗരണ പ്രാർത്ഥനയിലൂടെ അങ്ങേ ആരാധിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ അവസരത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂട്ടായ്മയിൽ സ്നേഹത്തിൽ അഭിഷേകത്തോടുകൂടി കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ വചനം വളരെ വ്യക്തമായ ഒരു കാര്യം പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം വലതുകര ഉയർത്തി ഈ വചനം നമുക്ക് ഏറ്റു പറയാം. അവർ എല്ലായിടത്തും പോയി വചനം പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഈ രാത്രിയിൽ ഈ ജാഗരണ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഈ കൂട്ടായ്മയിലായിരുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ മേൽ ദേശത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന ടെലിവിഷനിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ കർത്താവ് സ്ഥിരീകരിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു സംഭവം പറഞ്ഞ് ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ഇതുപോലൊരു ശുശ്രൂഷ നടക്കുമ്പോൾ അനേകായിരങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതത്തിൽ 8:30 മുതൽ ശുശ്രൂഷ ആരംഭിച്ചു, വൈകുന്നേരം 3:30 ശുശ്രൂഷ സമാപിക്കും. രാവിലെ മുതൽ കുറേ പേര് ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തിരിക്കുന്നു. അങ്ങനെ അനേകം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഹല്ലേലൂയ പറയാനൊന്നും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ മനസ്സ് പറ്റുന്നില്ല, യേശുവെന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുഞ്ഞ് 4.5 വർഷമായി തളർന്നു കിടക്കുകയാണ്. ജനിച്ച ദിവസം മുതൽ ഈ കുഞ്ഞ് തളർന്നു കിടക്കുകയാണ്. ഇത് കുഞ്ഞിനെ കാണുന്തോറും കുടുംബാംഗങ്ങളുടെ മനസ്സിൽ സങ്കടം, ഭാരം, നിരാശ, എത്രയോ പ്രാർത്ഥിക്കുന്നു, എത്രയായി ഉപവാസം എടുക്കുന്നു, എന്നിട്ട് വ്യത്യാസമില്ലല്ലോ. ഇതൊക്കെ കാരണം മനസ്സിങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇതുപോലൊരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ആ ശുശ്രൂഷയിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, അപ്പോസ്തലിക സഭയുടെ കൂട്ടായ്മ വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് ഇതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, യേശുക്രിസ്തു അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വചനം സ്ഥിരീകരിക്കും, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ അഭിഷേകം കർത്താവ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, എത്രയോ പേരുടെ ജീവിതങ്ങളിലാണ് നീ ഇടപെടുന്നത്, എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണം. ഈ ശുശ്രൂഷയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ആരാധന സമയത്തൊക്കെ ഇദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് 3:30 ശുശ്രൂഷ അവസാനിച്ച് ഇദ്ദേഹം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ആലപ്പുഴ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്നത് ഏകദേശം 4.5 വർഷമായി തളർന്ന് കട്ടിലേക്ക് കിടന്നിരുന്ന ഈ ആൺകുട്ടി ഇദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പോർട്ടിക്കോയുടെ പിച്ച വെച്ച് നടക്കാൻ പരിശ്രമിക്കുകയാണ്. മകനും മരുമകളോട് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇദ്ദേഹം ഓടിച്ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്താ സംഭവിച്ചത്? ഉടനെ മരുമകള് പറഞ്ഞു, അപ്പച്ച, രാവിലെ കൊച്ചിനെ ഞാനിങ്ങനെ കടത്തിയതാണ്. ഒരു 3 മണി സമയമായ സമയത്ത് കൊച്ചിൻ്റെ മുറിയിൽ നിന്ന് കരച്ചിൽ കേട്ട് ഞാൻ ഓടി മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതാ 4.5 വർഷമായി തളർന്നു കിടക്കുന്ന ഈ കൊച്ച് കട്ടിലിൽ നിന്ന് മെല്ലെ നിരങ്ങി താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക. ഹല്ലേലൂയ,
യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ ത്യാഗം സഹിച്ച് വ്യത്യസ്ത ദേശങ്ങളിൽ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന നസ്രാന യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അവിടുത്തെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ഇവിടെ അവിടുന്ന് വചനത്തെ സ്ഥിരീകരിക്കും. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ മാത്രം രണ്ട് ഹല്ലേലൂയ ഉറക്കെ പറയട്ടെ. ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ. പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം, കൂട്ടായ്മയുടെ വലിയ അഭിഷേകം, വിശ്വാസത്തിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകണമേ. അടുത്തുള്ള കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. ഭൂമി രണ്ടുപേർ ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണല്ലോ. കോർത്ത് പിടിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രിയിൽ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന ദൈവമക്കൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആബാ പിതാവേ, അങ്ങയുടെ വാഗ്ദാന പ്രകാരം ഈ കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ശുശ്രൂഷകളുടെ മേലും ഉന്നതമായ അഭിഷേകം വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പിതാവേ, വാഗ്ദാനം പോൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ അഗ്നി അയക്കണമേ, ആത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, അടഞ്ഞ ഹൃദയങ്ങളെ തുറക്കണമേ, മരവിച്ച ഹൃദയങ്ങളെ മാംസളമാക്കണമേ. വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ്, ഈ കൂട്ടായ്മ വന്ന് വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകത്തെ നിറയ്ക്കണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്നു ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുമേ, എല്ലാ ഭൂഖണ്ഡങ്ങളുമേ, ആവാ പിതാവേ, അങ്ങയുടെ വാഗ്ദാനത്തെ അയക്കണമേ, അങ്ങയുടെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷകളോട് ഭാഷകളെ സ്തുതിക്കുക. ഭാഷകളില്ലാത്തൊരു ആത്മാവത്തിന്റെ ഈ രാത്രിയിലെ ശുശ്രൂഷകൾ അഭിഷേകത്തിന് ശുശ്രൂഷയാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ആബാ പിതാവേ, കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകടച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മനസ്സുമെടുത്ത ജീവിതങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണം, അടുപ്പ്, നിരാശ, ഉത്കണ്ഠ, ലോകത്തിന്റെ ആലോചനകൾ ഞങ്ങൾ എടുത്തു മാറ്റുന്ന പരിശുദ്ധാത്മാവ്. ഹൃദയത്തിൽ മാത്രം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ഒരു കോമ്പൗണ്ടിനെയും ഇപ്പോൾ ഭവനങ്ങളിൽ നിന്ന് വചനം ശ്രമിക്കുന്നവരെയും വ്യത്യസ്തങ്ങളായിരുന്ന അഭിഷേകത്താൽ ശുശ്രൂഷകളായിരിക്കുവാൻ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധമേ, സകല വിശുദ്ധരെ, സ്വർഗവാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായ്ക്ക് ചുറ്റുമുള്ള സ്തുതി കൊടുത്ത് ശാന്തമായിരിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി.
കഴിഞ്ഞ നാളുകളിൽ അനേകം സ്ഥലങ്ങളിൽ ധ്യാനത്തിന് പോകുമ്പോൾ, താമസമുള്ള ധ്യാനമാണെങ്കിലും ഇടവക ശുശ്രൂഷകളാണെങ്കിലും, അനേകരുടെ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചോദ്യമുണ്ട്. എത്രയോ കാലമായി നവീകരണ ശുശ്രൂഷകൾ നമ്മുടെ നാടുകളിലായിട്ട്, എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ, എത്രയോ വ്യത്യസ്തമായ ശുശ്രൂഷകൾ, എന്നിട്ടും എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുന്നില്ല? ഒരു മരവിച്ച അവസ്ഥയിലേക്ക്, ഒരു മന്ദതയിലേക്ക് ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇടവക കൂട്ടായ്മകൾ, ഉണർവുകൾ മങ്ങി തുടങ്ങുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഒരു കാലത്ത് സജീവമായിരുന്നു, ഇപ്പോൾ എത്ര പരിശ്രമിച്ചിട്ടും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സജീവമാകുന്നില്ല. ഒരു മരവിപ്പിനെ കുറിച്ച്, ആത്മാവിൻ്റെ ഒരു വരൾച്ചയെക്കുറിച്ച് പലരും ചിന്തിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ആദിമസഭയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, അടയാളങ്ങൾ പ്രവർത്തിച്ച് ശിഷ്യന്മാരുടെ കൂടെ പ്രവർത്തിച്ചു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ദുർബലപ്പെട്ടു വരുന്നു. അത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലും ചുരുക്കം കൂട്ടായ്മകളിലും മാത്രമായി തീരുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വചനത്തിലൂടെ പരിശോധിച്ചപ്പോൾ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യം, അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളെല്ലാം തന്നെ അനുസരണം എന്ന കൃപയിൽ വളർന്നവരാണ്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവരെല്ലാം, അനുഗ്രഹം പ്രാപിച്ചവരെല്ലാം തന്നെ അനുസരണം എന്ന പുണ്യത്തിലൂടെ മുന്നോട്ട് പോയവരാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ അത്ഭുതങ്ങളും എടുത്തു നോക്കുമ്പോൾ, വിക്കനായ മോശ പ്രവാചകനോട് കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചു. മോശയോട് കർത്താവ് പറഞ്ഞതെല്ലാം മോശ അനുസരിക്കുക. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു ഫറവോയുടെ അടുത്തേക്ക് നിന്ന് ചെല്ലുക. മോശ ഫറവോയുടെ അടുത്ത് ചെന്നു, ഫറവോ ഇങ്ങോട്ട് ഓടിച്ചു. ഇവിടെ വന്നപ്പോൾ കർത്താവ് വീണ്ടും പറഞ്ഞു, മോശ നീ അങ്ങോട്ട് പോവുക. അങ്ങനെ 9 പ്രാവശ്യം പരാജയപ്പെട്ട് മോശ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 10ാമത്തെ പ്രാവശ്യം കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഒരിക്കൽ കൂടി ഫറവോയുടെ അടുത്തേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. മോശയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളെന്ത് പറയും? കർത്താവ് ഈ പോക്കിനൊക്കെ ഒരു ജാഗരണ പ്രാർത്ഥന കൂടുന്നതിനൊക്കെ ഒരു കണക്ക്, ധ്യാനം കൂടുന്നതിന്, ഉപവാസം എടുക്കുന്നതിനൊക്കെ ഒരു കണക്ക്. പക്ഷെ മോശ മറുത്തൊന്നും പറഞ്ഞില്ല. കർത്താവ് 9 പ്രാവശ്യം പോയി പരാജയപ്പെട്ടാലും 10ാമത്തെ പ്രാവശ്യവും എൻ്റെ ദൈവം എന്നോട് പോയി പരാജയപ്പെടാൻ പറഞ്ഞാൽ ഞാൻ പരാജയപ്പെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി. മോശ കർത്താവ് പറഞ്ഞതെല്ലാം കൃത്യമായി അനുസരിച്ചു. അതുകൊണ്ട് തന്നെ മോശയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു, മോശ പ്രവാചകനെ പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ചെങ്കടലിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ പുറകിൽ ഫറവോയുടെ സൈന്യം വരുന്നു, ചുറ്റും ഇസ്രായേൽ ജനം നിൽക്കുന്നു. വെള്ളത്തിൽ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് പകരം നീ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞ ബുദ്ധിയുള്ളവരാരെങ്കിലും മുന്നോട്ട് പോകുമോ? നമ്മളാണ് പോകുമോ? നമ്മൾ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കും, ധ്യാനം കൂടും. പക്ഷേ മോശയോട് ചെങ്കടലിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞാൽ, നീന്താൻ വേണ്ടി പറഞ്ഞാൽ പിന്നെയും ലോജിക്കിന് വഴങ്ങുന്ന, ബുദ്ധിക്ക് വഴങ്ങുന്നത്. പക്ഷേ കർത്താവ് മോശയോട് പറഞ്ഞു, നീ മുന്നോട്ട് നടക്കുക, മുന്നോട്ട് പോവുക. മോശ നടന്നോ? മോശ നടന്നോ? മോശ കർത്താവ് പറഞ്ഞത് അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ചെങ്കടൽ പിളർന്നു. ഹല്ലേലൂയ. ചെറിയ അനുസരണങ്ങളിലൂടെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ലോകത്ത് ഷെയ്ഖിൻ്റെ അടുത്ത് പറയാം, ചെറിയ അനുസരണങ്ങളിലൂടെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും. ഉറക്കെ പറയാം. വീടുകളിലാണെങ്കിൽ പോലും ഒന്ന് പറഞ്ഞാൽ അത് അഭിഷേകത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. ചെറിയ അനുസരണങ്ങളിലൂടെ വലിയ അഭിഷേകങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ ഒരുക്കി വെക്കുന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ പത്രോസ് മീൻ പിടിച്ചതിൽ ഏറ്റവും മീൻ കിട്ടിയത് യേശു പറഞ്ഞ സമയത്ത് വല വീശിയപ്പോഴാണ്. ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ച് വല കാലിയാണ്, വള്ളവും കാലിയാണ്. നിരാശനായി വരുമ്പോൾ കർത്താവ് പറഞ്ഞു, വഞ്ചിയുടെ വലതുവശത്ത്. പത്രോസ് പറഞ്ഞു, കർത്താവ് രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശത്, എങ്കിലും നീ പറഞ്ഞനുസരിച്ച് പത്രോസ് അനുസരിച്ചു. വല നിറഞ്ഞു, വള്ളവും നിറഞ്ഞു. ഹല്ലേലൂയ. ചെറിയ അനുസരണങ്ങൾ വലിയ അഭിഷേകത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. അതേസമയം ചെറിയ അനുസരണക്കേടുകൾ വലിയ അഭിഷേകങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഫിലിസ്തീനെ നേരിടാൻ വേണ്ടി ഇസ്രായേലിന് കർത്താവ് ഉയർത്തിയ വലിയ ന്യായാധിപനാണല്ലോ സാംസൺ, ശക്തനായ സാംസൺ. സാംസണോട് കർത്താവ് പറഞ്ഞു, നിന്റെ മുടിയുടെ രഹസ്യം നീ ആർക്കും
വെളിപ്പെടുത്തി കൊടുക്കരുത്, നിന്റെ മുടി മുറിച്ച് കളയരുത്. സാംസൺ കുറേ കാലം പിടിച്ചു നിന്നു, അവസാനം ക്ഷമ കെട്ട് അവൻ്റെ മുടിയുടെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. ചെറിയൊരു അനുസരണക്കേടാണ്, അതോടെ അവൻ്റെ അഭിഷേകം ചോർന്നു പോയി. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് വചനം പഠിപ്പിക്കുന്നു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളതായിരുന്നു, അവർ ഉറങ്ങി വിശ്രമിച്ചു. അവർ പ്രലോഭനത്തിൽ അകപ്പെട്ടു. ചെറിയ അനുസരണക്കേടുകൾ വലിയ അഭിഷേകങ്ങളെ തകർത്ത് കളയും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, അനുസരണം അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണ്. അനുസരണക്കേട് അഭിഷേകത്തെ ചോർത്തിക്കളയും. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുത്ത സാവൂളിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അഭിഷേകങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അനുസരണക്കേടിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു. അമലേക്യരെ നശിപ്പിക്കാൻ വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് സാവൂളിന് ദൗത്യമേൽപ്പിച്ചു. ദൗത്യമേൽപ്പിക്കുന്ന സമയത്ത് കർത്താവ് കൃത്യമായി പറഞ്ഞു, സാവൂളെ, നീ അമലേക്യരെ നശിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു കാര്യം നീ ചെയ്യണം. നീ പോയി അമലേക്യരെ എല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും നീ കൊന്നുകളയുക. പഴയ നിയമ പശ്ചാത്തലത്തിൽ അമലേക്യരെ നശിപ്പിക്കാൻ വേണ്ടി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പന കൊടുത്തിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയാണ്. കുഞ്ഞുങ്ങളെപ്പോലും നശിപ്പിക്കണം, ആടുമാടുകളെപ്പോലും നശിപ്പിക്കണം, കഴുതകളെപ്പോലും, കഴുതയ്ക്ക് എന്ത് ബോധമില്ലായിട്ടാ, കഴുതയെപ്പോലും നശിപ്പിക്കണം, കൃത്യമായി പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഈ ഒരു ദൗത്യം സാവൂളിനെ കർത്താവ് ഏൽപ്പിച്ച് സാവൂൾ ഈ ദൗത്യമായി മുന്നോട്ട് പോവുകയാണ്. സൈന്യത്തെ കൂട്ടി അമലേക്യരെ നശിപ്പിക്കാൻ വേണ്ടി പോയി. 15-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം അനുസരിക്കുന്നതിനിടയ്ക്ക് സാവൂൾ അവൻ്റെ ബുദ്ധി ഒന്ന് പ്രയോഗിച്ചു തുടങ്ങി, അവൻ്റെ ആലോചന ഒന്ന് ചേർത്ത് വെച്ച് തുടങ്ങി. 9-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും, അഗാഗ് എന്ന് പറയുന്നത് അമലേക്യരുടെ രാജാവാണ്, അഗാഗിനെയും ആടുമാടുകൾ തടിച്ച മൃഗങ്ങൾ കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയൊക്കെയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. ബാക്കിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സാവൂള് ആര് പറഞ്ഞ കാര്യം ചെയ്യുന്നത്? അമലേക്യരെ നശിപ്പിക്കാൻ വേണ്ടി ആരാ സാവൂളിനോട് പറഞ്ഞത്? ദൈവമായ കർത്താവ് പറഞ്ഞു, നീ അമലേക്യരെ നശിപ്പിക്കുക, ആടുകളെ നശിപ്പിക്കുക, കഴുതുകളെ നശിപ്പിക്കുക, ആരും അവശേഷിക്കരുത്. കൃത്യമായി കർത്താവ് കൽപ്പന കൊടുത്തതാണ്. കർത്താവ് കൊടുത്ത കൽപ്പന നിറവേറ്റുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സാവൂള് അനുസരണക്കേട് കാണിച്ചു. അവൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു ചിന്ത, നല്ല ആടുകളെ, നല്ല കാളക്കിടാങ്ങളെ അവൻ മാറ്റിവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൻ അനുസരണക്കേടും കാണിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലെ നോമ്പ് വീടുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടി ഒരു കാളക്കിടാവിനെ കൊണ്ടുവന്ന് വിചാരിക്കരുത്. അടുത്ത കല്യാണത്തിന് അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ പെരുന്നാളിന് വെട്ടാൻ വേണ്ടി കൊണ്ടുവന്ന് വിചാരിക്കരുത്. സാവൂളിൻ്റെ ഇൻറ്റൻഷൻ വളരെ കൃത്യമാണ്. 15-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ സാമുവേൽ പ്രവാചകനോട് സാവൂൾ പറയുന്നുണ്ട്. സാവൂൾ പ്രതിവചിച്ചു, ജനം അമലേക്യരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മൃഗങ്ങളൊക്കെയും, നിന്റെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. പള്ളി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, സ്വന്തമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഹല്ലേലൂയ. സാവൂളിൻ്റെ ഉദ്ദേശം നല്ലതാണോ? കർത്താവിന് നല്ല കാളക്കിടാങ്ങളെ കൊടുക്കുന്ന നല്ലതാണോ? കർത്താവിന് നല്ല ആടുമടകൾ കൊടുക്കുന്ന നല്ലതാണോ? മിണ്ടാട്ടില്ലല്ലോ. സാവൂള് നല്ല ഉദ്ദേശം, തമ്പുരാന് ഏറ്റവും നല്ലത് കൊടുക്കണം. ഇസ്രായേൽ ദേശത്തുള്ള ആടുകളൊക്കെ ശോഷിച്ചത്, അതുകൊണ്ട് അമലേക്യരുടെ ആടുകൾ നല്ല ഒന്നാന്തരം ആടുകളാണ്. അമലേക്യരുടെ കാളകൾ അത് കണ്ടാൽ തന്നെ ഒരു 1.5 കാളയുടെ വലിപ്പം വരും. അപ്പോൾ അതിനെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ് കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി അവൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ദൈവപ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് സാവൂളിനോട് പറയുന്ന കാര്യമുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ സാമുവേൽ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. പ്രൈസ് ദി ലോർഡ്.
തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ഇസ്രായേലിന്റെ രാജാവായ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സാവൂൾ, അവൻ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി ആടുമാടുകളെ കൊണ്ടുവന്ന് അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ ഒറ്റ പ്രവൃത്തി മൂലം അവനെ തിരഞ്ഞെടുത്ത ദൈവം അവനെ തള്ളിക്കളയുകയാണ്. 23-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം സാവൂളിനോട് പറയാണ്, കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. ഒരു അനുസരണക്കേട് വന്നപ്പോൾ അവൻ്റെ ഉദ്ദേശം നല്ലതാണ്, ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, തമ്പുരാന് ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അനുസരണക്കേട് വന്നപ്പോൾ അവൻ്റെ രാജാവ് എന്ന സ്ഥാനം കർത്താവ് എടുത്തു മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ, നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. അനുസരണക്കേട് കാണിക്കുന്നവൻ്റെ ആരാധനയിൽ കർത്താവിന് യാതൊരു പ്രീതിയുമില്ല. അനുസരണക്കേട് കാണിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവൻ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവനാണെങ്കിലും അവൻ്റെ ബലിയർപ്പണത്തിൽ കർത്താവിന് പ്രീതിയില്ല. അനുസരണക്കേട് കാണിക്കുന്നവൻ എല്ലാ ജാഗരണ പ്രാർത്ഥനയും പങ്കെടുക്കുന്നവനാണെങ്കിലും അവൻ്റെ ജാഗരണ പ്രാർത്ഥനയിൽ കർത്താവിന് പ്രീതിയില്ല. കാരണം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒന്ന് വളരെ പറയാം, അനുസരണം. ഉറക്കെ പറയാ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. കരങ്ങൾ താഴ്ത്താം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അനുസരിക്കുന്നവരുടെ ജീവിതത്തിലാണ് കർത്താവ് അഭിഷേകങ്ങൾ ഒഴുക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ ധ്യാനഗ്രന്ഥങ്ങൾ നോക്കിയാലും ശാലോമിൻ്റെ ശുശ്രൂഷ നോക്കിയാലും കർത്താവ് കൊടുത്ത പ്രേരണകളെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അനുസരിക്കുന്നവരിലൂടെയാണല്ലോ കർത്താവ് അഭിഷേകങ്ങൾ ഒഴുക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ ദേശത്ത്, നമ്മുടെ നാടുകളിൽ ആരാധന കുറഞ്ഞതുകൊണ്ടല്ല അഭിഷേകമില്ലാത്തത്, മറിച്ച് ആരാധന കൂടുന്തോറും അതിനനുസരിച്ചുള്ള അനുസരണം ജീവിതത്തിൽ വരണം. അനുസരണമില്ലാതെ ആരാധന കൂട്ടിയത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല. മദ്യപിക്കുന്ന വ്യക്തിയും മദ്യപാനം കഴിഞ്ഞ് പകുതി ബോധത്തോടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. കർത്താവിന് പ്രീതികരമായി തീരുമോ? ഹല്ലേലൂയ. എല്ലാവിധ വചന ലംഘനങ്ങളും ചെയ്യുന്ന വ്യക്തിയും ഹല്ലേലൂയ പറയുമ്പോൾ നന്നായിട്ട് ഹല്ലേലൂയ പറയും. ഒരിക്കലും ഇടവപ്പള്ളിയിലെ കുർബാന മുടക്കില്ല. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് വരും, തിരിച്ചു പോയി കുറ്റം പറയുകയും പരദൂഷണം പറയുകയും ചെയ്യും. അഭിഷേകം ഉണ്ടാവുമോ? അനുസരിക്കാത്തവൻ്റെ ബലിയിൽ കർത്താവിന് പ്രീതിയില്ല. ഈ സാവൂൾ രാജാവിൻ്റെ ചിന്ത ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനെ കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ അനുസരിക്കാൻ വേണ്ടി എന്താണ് നൽകിയിട്ടുള്ളത്? ഹല്ലേലൂയ. സാവൂളിനോട് പറഞ്ഞത്, നീ ഒരു മൃഗത്തെ പോലും അവശേഷിപ്പിക്കരുത്, എല്ലാത്തിനെയും നശിപ്പിക്കണം, ആരെയും അവശേഷിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനിയെ കർത്താവ് അനുസരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച അടിസ്ഥാന കൽപ്പന എന്താ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതൽ വാക്യങ്ങളിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഇപ്രകാരം പഠിപ്പിച്ചു: ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. 4 സുവിശേഷങ്ങളിലും ഇതേ കൽപ്പന കർത്താവ് ആവർത്തിക്കുകയാണ്. 3.5 വർഷം പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ കുരിശിലെ ബലിയിലൂടെ പിശാചിൻ്റെ മേൽ ആധിപത്യം പുലർത്തി പിശാചിൻ്റെ മേൽ വിജയം നേടി 3-ാം ദിവസം ഉദ്ധിതനായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ കാണുമ്പോൾ കൊടുക്കുന്ന ഏക കൽപ്പന, നിങ്ങൾ ലോകമെങ്ങ് പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ളതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശു ക്രിസ്തു സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന അടിസ്ഥാന ദൗത്യം സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയെങ്കിൽ
എത്രത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഈ വചനത്തോട് പ്രതിബദ്ധത കാണിക്കും, ഈ വചനത്തെ എത്രത്തോളം നമ്മൾ അനുസരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ടുള്ള ജീവിതത്തിൽ സഭാ കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകങ്ങൾ വെളിപ്പെടുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഹല്ലേലൂയ പറഞ്ഞ് അനേകരെ തൊണ്ട പൊട്ടിയിട്ടുണ്ട്. കൈയടിച്ച് ആരാധിച്ച് അനേകരെ കൈകൾ രക്തം പൊടിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അഭിഷേകം വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ പറച്ചിലിന് കുറവുണ്ടായിട്ടല്ല, മറിച്ച് കർത്താവ് പറഞ്ഞ ഈ കൽപ്പന നമ്മൾ അനുസരിക്കുന്നതിൽ കൃത്യത കാണിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വെച്ച് അപ്പോസ്തോലിക സഭയിലെ പിതാക്കന്മാർ ഇപ്രകാരം പഠിപ്പിച്ചു: തീർത്ഥാടക സഭ അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ പ്രേക്ഷിതയാണ്. എന്ന് ഈ പ്രേക്ഷിത സ്വഭാവം സഭയ്ക്ക് നഷ്ടപ്പെടുന്നുവോ അന്ന് സഭ അല്ലാതായി തീരും. എന്ന് ഈ പ്രേക്ഷിത സ്വഭാവം നഷ്ടപ്പെടുന്നുവോ അന്ന് സഭയല്ലാതായി തീരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. സഭയുടെ അടിസ്ഥാന സ്വഭാവം ഈ പ്രേക്ഷിത വേലയാണെങ്കിൽ എന്ന് ഈ പ്രേക്ഷിത വൃത്തി സഭയിൽ നിന്ന് അന്യം നിൽക്കുന്നുവോ അന്ന് സഭയല്ലാതായി മാറും. ഈ കാലഘട്ടത്തിൽ ഈ പ്രേക്ഷിത വേലയിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുകയാണോ അതോ പിന്നോട്ട് പോവുകയാണോ? ഇത്രയും കാലം സുവിശേഷ വേല ചെയ്തിട്ട് ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഒരു 10 പേരെയെങ്കിലും എനിക്ക് യേശു ക്രിസ്തുവിനോട് നേടാൻ പറ്റി എന്നുറപ്പുള്ളൊരു മാത്രം ഒന്ന് കൈയ്യർത്താവോ? ഞാൻ ഇത്രയും കാലം വിശ്വാസിയായി ജീവിച്ച് സഭയിൽ ജീവിച്ച് ശുശ്രൂഷ ചെയ്ത് ധ്യാനങ്ങൾ കൂടി 10 പേരെയെങ്കിലും ദൈവാനുഗ്രഹത്തെ ഒരു കൈ കാണുന്നുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച കൽപ്പന, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എത്രത്തോളം ഉദാസീനതയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ. ഇന്ന് പലരും ഈ ശുശ്രൂഷ ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല, പലരും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പല തിയോളജികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചിലർ പറഞ്ഞൊരു കാര്യമുണ്ട്: അച്ഛാ, ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ വചനം പ്രസംഗിക്കുക എളുപ്പമല്ല, അതുകൊണ്ട് ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും, എൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ അറിയും. നല്ല കാര്യമല്ലേ? നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നു, നമ്മളെ കണ്ട് മറ്റുള്ളവർ യേശുക്രിസ്തുവിനെ അറിയുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചെന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മുടെ വിശുദ്ധി കണ്ട് മറ്റുള്ളവർ യേശുവിനെ അറിഞ്ഞ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷേ അവിടെ അതിൻ്റെ പിന്നിൽ വേറൊരു കെണിയുണ്ടെന്ന് അത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളത് സുവിശേഷ പ്രഘോഷണത്തിന് പകരമായ കാര്യമല്ല. വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് കർത്താവ് പറഞ്ഞത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയോടെ ജീവിച്ചാൽ നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇടവകയിലെ വികാരച്ചൻ വിശുദ്ധിയോടെ ജീവിച്ചാൽ അച്ഛൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കും. ഇടവകയിലെ സിസ്റ്റേഴ്സ് വിശുദ്ധിയോടെ ജീവിച്ചാൽ അവരുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും, യാതൊരു സംശയമില്ല. പക്ഷേ വികാരച്ചനെ ഏൽപ്പിച്ച ആത്മാക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, ശുശ്രൂഷകരെ ഏൽപ്പിച്ച ആത്മാക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ അവർ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രം പോരാ, അവരെ ഏൽപ്പിച്ച ദൗത്യം വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. തോമസ് ലിയായും ഫ്രാൻസിസ് സേവറും ഒക്കെ സുവിശേഷ വേലയുമായി ഈ ഭാരത മണ്ണിലേക്ക് വന്നിട്ട് അവർ എവിടെയെങ്കിലും ഒരു കുടില് കെട്ടിയിട്ട് പറയുകയാണ്: ഞാൻ നന്നായി വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി പോവുകയാണ്. മലയാറ്റൂർ മലമുകളെങ്കിൽ അവിടെ, മദ്രാസിലെങ്കിൽ അവിടെ, ഗോവയിലെങ്കിൽ അവിടെ ഒരു കുടില് കെട്ടി, നല്ല കുടില് കെട്ടി, രാവിലെ പ്രാർത്ഥന, വൈകുന്നേരം പ്രാർത്ഥന, എല്ലാ മണിക്കൂറുകളിലും പ്രാർത്ഥന, ആരോടും വാ പൊളിച്ച് യേശുവിനെ കുറിച്ച് പറയില്ല. എന്തായിരിക്കും സ്ഥിതി? പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും വിശുദ്ധിയോടെ ജീവിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കത്തേ ഇല്ല. ലോകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർ കേൾക്കാനിടയാകുമോ? സുവിശേഷം വ്യാപിക്കുമോ? സഭ വളരുമോ? പരിശുദ്ധാത്മാവിന് അഭിഷേകം ഉണ്ടാവുമോ? അതിനാൽ വചനം അനുസരിച്ചുള്ള ജീവിതം വചന പ്രഘോഷണത്തിന് പകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു നിമിഷം വളരെ തീപ്രകാരം പറയാം: വചനം അനുസരിച്ചുള്ള ജീവിതം വചന പ്രഘോഷണത്തിന് പകരമല്ല. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വചനം അനുസരിച്ചുള്ള ജീവിതം വചന പ്രഘോഷണത്തിന് പകരമല്ല. അതേസമയം വിശുദ്ധിയോടെ ജീവിച്ചിട്ട് വചനം പ്രഘോഷിക്കുമ്പോൾ അതിൻ്റെ 100 അഭിഷേകം ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ മദർ തെരേസയൊക്കെ സ്റ്റേജിൽ കയറുന്നത് ദൈവം സ്നേഹമാവുന്നു എന്ന് പറയുമ്പോഴേക്കും ജനലക്ഷങ്ങൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്.
വിശുദ്ധിയോടെ ജീവിച്ചിട്ട് വചനം പ്രഘോഷിക്കുമ്പോൾ അത് അനേകം മടങ്ങ് അഭിഷേകത്തിന് കാരണമാവും, യാതൊരു സംശയമില്ല. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനിത് നേടിയെടുത്തു എന്ന് കരുതുന്നില്ല, എങ്കിലും എൻ്റെ പിന്നിലുള്ളവയെ മറന്ന് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ട് ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണ്. ഇന്ന് നമ്മുടെ പാപം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഏറ്റുപറയുന്ന ഒരു വ്യഭിചാരം, കൊലപാതകം, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ പാപം എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ പാപമാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പാപം എന്ന് പറയുന്നത് യേശു ക്രിസ്തു സഭയെ ഏൽപ്പിച്ച അടിസ്ഥാന ദൗത്യം സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്, ആത്മാക്കളുടെ രക്ഷ എന്ന ദൗത്യം നമ്മൾ ഉദാസീനതയോടെ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ സഭാ സമൂഹങ്ങളുടെ അടിസ്ഥാന തിന്മ. ഹല്ലേലൂയ. എന്നാൽ കുമ്പസാരക്കൂട്ടിൽ അധികം ഏറ്റുപറയാത്ത തിന്മയും ഇത് തന്നെയാണ്. ബാക്കി ചെറുത്, പ്രാർത്ഥനയ്ക്ക് ഉറങ്ങി, പള്ളി പോകാൻ താമസിച്ചു, കുറ്റം പറഞ്ഞു, പെരുന്നാളിന് അല്പം മദ്യപിച്ചു, ഇതൊക്കെ നമ്മൾ ഏറ്റുപറയും. പക്ഷേ ഞാൻ സുവിശേഷ വേല ചെയ്തില്ല, എന്നെ കർത്താവ് ഏൽപ്പിച്ച ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ചില്ല എന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്ക് എത്ര പേരുണ്ടാവും? ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ അധപ്പതനത്തിൻ്റെ, അപജയത്തിൻ്റെ അടിസ്ഥാന കാരണം നമ്മളെ ഏൽപ്പിച്ച ആത്മാക്കൾ നമുക്കെതിരെ നിലവിളിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം പ്രഘോഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും വിശ്വാസത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. റോമാലേഖനം 10-ാം അധ്യായം അതിൽ 14-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 14-ാം തിരുവചനം, എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഹല്ലേലൂയ. ഇത് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കാതിരിക്കുമ്പോൾ, സുവിശേഷം നമ്മൾ പ്രസംഗിക്കാതിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ പ്രസംഗം കേട്ടിട്ട്, നമ്മുടെ പ്രഘോഷണം കേട്ടിട്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കേണ്ടവർ വിശ്വാസം സ്വീകരിക്കാതെ ഇന്നും അന്ധകാരത്തിൽ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. നമ്മളെത്ര ധ്യാനം കൂടിയാലും അഭിഷേകം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1 കൊരിന്തോസ് 9:16 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഹല്ലേലൂയ. അടുത്തുള്ളവർക്ക് ഷെയ്ഖിനോട് പറയാം, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ദുരിതമുണ്ടാവും. ഉറക്കെ പറയാം. ഹല്ലേലൂയ. ധ്യാനം കൂടിയില്ലെങ്കിൽ ദുരിതം എന്നല്ല പറയുന്നത്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദുരിതം എന്നല്ല പറയുന്നത്. ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദേശത്തിന് വ്യത്യസ്ത ദിക്കുകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ സഭ തകരുകയും കൂട്ടായ്മകൾ തകരുകയും കുടുംബങ്ങൾ തകർന്ന് ശിഥിലമാവുകയും ചെയ്യുന്ന എല്ലാ ദേശത്തുമുള്ള ഒരു പ്രത്യേകത സുവിശേഷ പ്രഘോഷണം ശോഷിച്ചു വരുന്നു എന്നുള്ളതാണ്. വചന പ്രഘോഷണത്തിൽ ശ്രദ്ധയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇന്ന് പലരും പറയുന്ന ഒന്നാമത്തെ ചിന്ത, ഇന്ന് വചനം ഞാൻ വിശുദ്ധിയോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കും. ആ നല്ല കാര്യമാണ്, പക്ഷേ അത് പ്രഘോഷണത്തിന് പകരമല്ല. രണ്ടാമത് പിശാച് കൊടുക്കുന്ന ഒരു നുണച്ചിന്ത ഇതാണ്, സാഹചര്യം ഇന്ന് അനുകൂലമല്ല. പണ്ടത്തെ പോലെ സാഹചര്യം അല്ല, ഇന്ന് സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ഞാൻ വിവേകത്തോടെയൊക്കെ പെരുമാറണം. ഹല്ലേലൂയ. അത് നല്ല ഉപദേശമാണ്. പക്ഷേ ഏതെങ്കിലും കാലഘട്ടത്തിൽ സുവിശേഷത്തിൽ സാഹചര്യം അനുകൂലമായിരുന്നോ? യേശു ക്രിസ്തുവിന് സുവിശേഷം പ്രസംഗിക്കാൻ സാഹചര്യം അനുകൂലമായിരുന്നോ? നല്ല അനുകൂല സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് 3.5 വർഷത്തിനുള്ളിൽ ഈ കോളത്തിൽ കുരിശ് കിടക്കേണ്ട വന്നത്. അപ്പോസ്തലന്മാർക്ക് സാഹചര്യം അനുകൂലമായിരുന്നോ? 11 അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ സ്ലീഹ മാത്രമേ കട്ടിലേ കിടന്ന് മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് കടക്കാനോ ചിന്തിക്കാനോ സമയം കിട്ടില്ല. അതിന് മുമ്പ് തല പോയി. ബാക്കി 11 അപ്പോസ്തലന്മാർ
ബാക്കി 10 അപ്പോസ്തലന്മാർ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി തീർന്നല്ലോ. ഹല്ലേലൂയ. ആദിമസഭയിലെ നീറോ ചക്രവർത്തിയുടെയും ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെയും കൊട്ടാരങ്ങളിൽ പന്തമായി തീർന്നവരും വറച്ചട്ടികളിൽ കരിഞ്ഞു തീർന്നവരും സിംഹക്കുഴി എറിഞ്ഞു കൊടുക്കപ്പെട്ടവർക്കൊക്കെ സാഹചര്യം അനുകൂലമായിരുന്നോ? തോമസ് ശ്ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ സാഹചര്യം അനുകൂലമായിരുന്നോ? എപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ടുള്ളത്? ഏറ്റവും സാഹചര്യം അനുകൂലമായിട്ടുള്ള സമയം ഇപ്പോഴാണ്. അന്ന് നമ്മൾ ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുകയും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് കർത്താവിന്റെ വചനം, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കണം. കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ ഒരു കാര്യം അച്ചോർക്കുകയാണ്, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കണം. അത് മാത്രം പോരാ, സമയത്തും അസമയത്തും വചനം പ്രഘോഷിക്കണം. ഹല്ലേലൂയ. സമയത്തും അസമയത്തും വചനം പ്രഘോഷിക്കണമെന്ന് സഭാപിതാക്കൾ പഠിപ്പിക്കുക. ഇത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച അടിസ്ഥാന ദൗത്യമാണ്. ഈ കാര്യം നമ്മൾ നിർവഹിക്കാതെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ധ്യാനം കൂടിയാലും അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിൽ 11ാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ക്രൈസ്തവ രക്തസാക്ഷികൾ തങ്ങളുടെ ജീവൻ കൊടുത്തതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലെ രക്തസാക്ഷികൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്തത് യേശുക്രിസ്തുവിനെ സകല ജനതകളെ മുമ്പിൽ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാർപ്പാപ്പ തുടരുകയാണ്, എല്ലാ മനുഷ്യനും യേശുക്രിസ്തുവിന് ആവശ്യമുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും യേശുക്രിസ്തുവിന് ആവശ്യമുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇന്ന് പല സ്ഥലങ്ങളിലും പറയുന്നൊരു ചിന്തയാണ്, നമ്മൾ വിവേകത്തോടെ പെരുമാറണം, നോക്കിയും കണ്ടും ചെയ്യണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന് ഈ വിവേകം ഇല്ലായിരുന്നു. അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർക്ക് ഈ വിവേകം ഇല്ലായിരുന്നു. യേശുക്രിസ്തു കുറച്ചും കൂടെ വിവേകത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു 50 വർഷം സുവിശേഷം ചെയ്യാൻ പറ്റായിരുന്നോ? പത്രോസിനും പൗലോസിനും കുറച്ചും കൂടെ തീക്ഷ്ണതയോടെ ശ്രദ്ധയോടെ ജീവിച്ചിരുന്നെങ്കിൽ പറയുന്ന കാര്യം യഹൂദന്മാരെ കാണുമ്പോൾ ഒന്ന് ശാന്തമായി നിൽക്കുക, പാവം ചെയ്യുന്നവരെ കാണുമ്പോൾ ശാസിക്കാതിരിക്കുക, കുഴപ്പമില്ല, അങ്ങനെ ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. വചനത്തിൽ മായം ചേർത്തിരുന്നെങ്കിൽ ഈ പൗലോസിനും ഈ പത്രോസിനും ഒരു ഗോൾഡൻ ജൂബിലിയൊക്കെ ആഘോഷിച്ച് ജീവിക്കായിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. നമ്മൾ ഇവിടെ 100 വർഷം ജീവിക്കുന്നതിലാണ് സഭ വളരുന്നതെന്ന് വിചാരിക്കരുത്. ഒരു ദിവസമോ ജീവിച്ചുള്ളതിലും ഒരാഴ്ചയെ ജീവിച്ചുള്ളതിലും ആ ഒരാഴ്ച യേശുക്രിസ്തുവിന്റെ വചനത്തോട് വിശ്വസ്ത പുലർത്തി നമ്മൾ ജീവിക്കുമ്പോഴാണ് കർത്താവിന്റെ അഭിഷേകങ്ങൾ വെളിപ്പെടുക. സഭ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്, സുവിശേഷം പ്രഘോഷിക്കണം. ഏഷ്യയിലെ സഭ എന്ന ഡോക്യുമെന്റിൽ അതിൽ 10ാമത്തെ പാരഗ്രാഫിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, യേശുക്രിസ്തുവിനെ ഏഷ്യക്ക് കൊടുക്കുക എന്നുള്ളതാണ് സഭയ്ക്ക് ഏഷ്യയിൽ ചെയ്യാവുന്ന ഏറ്റവും ഉദാത്തമായ പ്രവൃത്തി. രക്ഷകനായ യേശുക്രിസ്തുവിനെ ഏഷ്യക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏഷ്യയിലെ സഭയ്ക്ക് ഏഷ്യക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഉദാത്തമായ പ്രവൃത്തി. ഹല്ലേലൂയ, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. വീണ്ടും 19ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, യേശു ഏക കർത്താവും രക്ഷകനുമാണെന്നുള്ള പ്രഘോഷണം കൂടാതെ സുവിശേഷ വേല സാധ്യമല്ല. വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രം പോരാ, യേശു ഏക രക്ഷകനും കർത്താവുമാണെന്നുള്ള പ്രഘോഷണം കൂടാതെ സുവിശേഷ വേല സാധ്യമല്ല. പ്രത്യേകിച്ച് ചില തിയോളജിക്കൽ ഡെവലപ്മെന്റിലേക്ക് ദൈവശാസ്ത്രമായ ചില ആശയങ്ങളുടെ പേരിൽ പലരും പറയുന്ന കാര്യമുണ്ട്, എല്ലാ മതങ്ങളിലും സഭാപിതാക്കന്മാർ പറഞ്ഞതുപോലെ പ്രകാശത്തിന്റെ രശ്മികളുണ്ട്, അതുകൊണ്ട് സുവിശേഷ വേല വേണ്ട എന്നുള്ള പല പ്രബോധനങ്ങളും പലരും പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഏഷ്യയിലെ സഭ ഡോക്യുമെന്റിൽ 20ാമത്തെ പാരഗ്രാഫിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഏഷ്യയിലെ സമ്പന്നമായ സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ മതങ്ങളോടുള്ള ബഹുമാനമോ ആദരവോ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ സങ്കീർണതയോ ക്രൈസ്തവരല്ലാത്തവരോടുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്ന് പിന്തിരിയുവാൻ ക്രിസ്ത്യാനിക്ക് ന്യായീകരണമല്ല. ഹല്ലേലൂയ. നമ്മൾ പാർക്കുന്ന ദേശത്തെ സംസ്കാരം എത്ര സമ്പന്നമാണേലും എത്ര സമ്പന്നമായ മതസമൂഹങ്ങളാണേലും മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്,
അതൊന്നും യേശു ക്രിസ്തുവിന് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതിന് പകരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെയാണ് ഏതായാലും സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് റീജൻസി കാലഘട്ടത്തിൽ ജീസസ് യൂത്തിലെ യുവജനങ്ങളുടെ കൂടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിനായിട്ട് പോയി തെരുവിലൂടെ യേശുവിനെ പറയുക. അതാണ് ശുശ്രൂഷ. അങ്കമാലിയുടെ നൈപുണ്യ കോളേജിൽ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ശുശ്രൂഷ വൈകുന്നേരം ഉച്ചവരെ പ്രാർത്ഥിക്കും. ഉച്ച കഴിഞ്ഞ് അങ്കമാലി ജംഗ്ഷൻ, കാലടി ജംഗ്ഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെ യേശുവിനെ പറയാൻ വേണ്ടി ഈ 2 പേരുടെ ഗ്രൂപ്പാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഒന്നിൽ അന്ന് ശംഭാഷണ ഞാനുണ്ട്, ഒരു അൽമായ സഹോദരൻ, നല്ല തീക്ഷ്ണമതിയായ ചെറുപ്പക്കാരൻ. ആദ്യം എനിക്ക് വചനം പറയാൻ അവസരം കിട്ടി. ഞാൻ അങ്കമാലി ടൗണിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തല്ലുകൊള്ളാത്ത ആൾക്കാരെയൊക്കെ നോക്കി, പ്രശ്നം ഉണ്ടാക്കാത്ത ആൾക്കാരെയൊക്കെ നോക്കി 1 മണിക്കൂർ വചനം പറഞ്ഞു തിരിച്ചു വന്നു. അടുത്ത പ്രാവശ്യം ഈ ചെറുപ്പക്കാരുടെ അവസരമാണ്. അവൻ പണ്ട് മുതലേ കുറച്ച് തീക്ഷ്ണമതിയാണ്, കുറച്ച് എക്സ്ട്രീം എന്നൊക്കെ കൂടെ ഉള്ളവർ പറയുന്നതാണ്. എന്തായാലും അവന് വചനം പങ്കുവയ്ക്കാൻ വേണ്ടി അവസരം കിട്ടിയപ്പോൾ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി. അങ്കമാലി ടൗണിൽ അടഞ്ഞു കിടക്കുന്ന ഒരു കടയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ കുറേ നേരം ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരനും ആ മനുഷ്യൻ്റെ അടുത്ത് പോയി കുത്തിയിരിക്കുക. ഞാനിടയ്ക്ക് നോക്കുന്നുണ്ട്, 10 മിനിറ്റായി, 15 മിനിറ്റായി, വചനം പറയുന്നുമില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിടയ്ക്ക് നോക്കുമ്പോൾ പിന്നെ ഇവർ പറഞ്ഞു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ അങ്കമാലി ടൗണിൽ ആ കടയുടെ മുമ്പിരുന്ന് ആ മനുഷ്യൻ വലിയവായി നിലവിളിച്ച് കരയുക. അപ്പം എൻ്റെ മനസ്സിൽ അന്നത്തെ പഠനമൊക്കെ അനുസരിച്ച് ഒരു ചിന്ത വന്നു, വിവേകേട് വല്ലതും കാണിച്ചിട്ടുണ്ടാവുമോ, വല്ല ബുദ്ധിമോശം പറഞ്ഞിട്ടുണ്ടാവുമോ, തല്ലുകൊള്ളുമോ? ഞാൻ ഓടി ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വന്നപ്പോഴേക്കും ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഏങ്ങലടിച്ചോട് പറയാണ്, ഞാൻ ഇത്രയും കാലം ഈ ദേശത്ത് ജീവിച്ചിട്ട് എന്നോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. അദ്ദേഹം ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് രാത്രിയിൽ ആതിരപ്പള്ളി കാട്ടിപ്പോയി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിജാതി സഹോദരനാണ്. ആതിരപ്പള്ളിക്ക് അവസാന ബസ്സും കാത്തിരിക്കുകയാണ്, അരയിൽ വിഷക്കുപ്പിയാണ്. അതും വെച്ചിങ്ങനെ നിരാശനായിരിക്കുമ്പോൾ ഈ GC യൂത്തിലെ ചെറുപ്പക്കാരൻ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട്, പാപം ചെയ്താൽ യേശു ക്ഷമിക്കും, തകർച്ചയുണ്ടെങ്കിൽ യേശു തകർച്ചയ്ക്ക് പരിഹാരമായി കടന്നു വരും, എല്ലാ ഞെരുക്കങ്ങളിലും യേശു പരിഹാരമായി വരും, അമ്മ മറന്നാലും ആരൊക്കെ മറന്നാലും യേശു സ്നേഹിക്കും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഏങ്ങലടിച്ച് കരഞ്ഞ് പറയാണ്, അമ്മ മറന്നാലും മറക്കാത്ത ഒരു യേശുവിനെ കുറിച്ച് എന്നോട് ഇത്രയും കാലം ആരും പറഞ്ഞിട്ടില്ല. യേശു ദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അമ്മ മറന്നാലും മറക്കാത്ത, പാപം ചെയ്താലും കാരുണ്യം കാണിക്കുന്ന, തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് ആരും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അങ്കമാലി ടൗണിൽ ഇരുന്ന് പൊട്ടിക്കരയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ്റെ ജഡം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വീണാൽ ഇവന്റെ രക്തത്തിന്റെ കണക്ക് ആര് കൊടുക്കേണ്ടി വരും? നമുക്ക് ആരാധനയ്ക്ക് കുറവുണ്ടോ? ശുശ്രൂഷയ്ക്ക് കുറവുണ്ടോ? പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? ഇന്നും യേശുവിനെ അറിയാൻ നശിച്ചു പോകുന്ന ഈ ആത്മാക്കളുടെ കണക്ക് ആര് കൊടുക്കേണ്ടി വരും? ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ പ്രവാചകനോട് കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുകയാണ്. തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ട് നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും, അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷ പകരുന്ന ദൈവമക്കളെ, നമ്മൾ ദേശത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും നമ്മളെ കർത്താവ് സുവിശേഷം ഭരമേൽപ്പിച്ചിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചൊക്കെ കർത്താവ് നമ്മളെ ദൂത് ഏൽപ്പിച്ചിട്ട് ഞാനും നിങ്ങളും അത് പ്രഘോഷിക്കാത്തത് കൊണ്ട് യേശുവിനെ അറിയാതെ നശിച്ചു പോകുന്ന ആത്മാക്കൾ അവരുടെ പാപത്തിൽ മരിക്കും. വചനം പഠിപ്പിക്കുന്നു, എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. രക്തത്തിന് ഉത്തരവാദിയാക്കുമെന്ന് പറഞ്ഞാൽ ലാഘബുദ്ധിയോടെ കണ്ടിരിക്കേണ്ട കാര്യമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 10 മുതൽ വാക്യങ്ങളിൽ ഈ രക്തത്തിന്റെ വില ആരോപിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്ന വചനം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10 മുതൽ വാക്യങ്ങളിൽ കായേൻ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആബേലിന്റെ രക്തത്തെക്കുറിച്ച് കായേനോട് കർത്താവ് പറയാണ്, നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്നും നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ശാപം വരുമ്പോൾ 2 കാര്യം വചനം പഠിപ്പിക്കുകയാണ്. നീ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം നൽകുകയില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും.
കായൻ കർഷകനായിരുന്നു. അവൻ്റെ ഉപജീവന മാർഗത്തിൽ അവൻ അപൂർത്തിയില്ല. നമ്മുടെ ബിസിനസ് മേഖല അപൂർത്തിയില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ അപൂർത്തിയില്ലെങ്കിൽ, ശുശ്രൂഷ മേഖല അപൂർത്തിയില്ലെങ്കിൽ, കായൻ്റെ മേൽ വന്ന ഒരു ശാപം നമ്മുടെ മേൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നീ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് പ്രതിഫലം നൽകുകയില്ല. ഹല്ലേലൂയ. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഒരു ധ്യാനകേന്ദ്രം കഴിയുമ്പോൾ അടുത്ത ധ്യാനകേന്ദ്രം, ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ അടുത്ത ശുശ്രൂഷ, എല്ലായിടത്തും ഓടി നടക്കുകയാണ്. എന്നിട്ടും ഒരിക്കലും സമാധാനമില്ല, ശാന്തിയില്ല. തിരിച്ചറിയണം, കായൻ്റെ മേൽ വന്നതുപോലൊരു ശാപം, രക്തത്തിന്റെ വില നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ കായൻ നശിപ്പിച്ചത് ആബേലിന്റെ ആത്മാവിന്റെ ജീവനാണോ അതോ ആബേലിന്റെ ശരീരത്തിന്റെ ജീവനാണോ? ആബേലിന്റെ ആത്മാവിനെ തൊടാൻ കായനെ പറ്റിയിട്ടുണ്ടോ? ആബേലിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കായനെ പറ്റിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആബേൽ ദൈവസന്നിധിയിൽ പ്രീതികരമായി ജീവിച്ചു, അവന്റെ ആത്മാവ് രക്ഷ പ്രാപിച്ചു. എന്നാൽ കായെ നശിപ്പിക്കുന്നത് ആബേലിന്റെ ഈ ശരീരത്തെയാണ്. 50-100 വർഷം കഴിഞ്ഞാൽ ജീർണിച്ച് മണ്ണോട് ചേരുന്ന ഈ ശരീരത്തെ നശിപ്പിച്ചാം കായന്റെ മേൽ ഇത്രയും വലിയ ശാപം കർത്താവ് അയച്ചെങ്കിൽ, ജീർണിച്ചു പോകുന്ന പുഴുവരിച്ചു തീരുന്ന ഈ ശരീരത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ഇത്രയും വലിയ ശാപം കായന്റെ മേൽ വന്നെങ്കിൽ, എന്നേക്കുമായി കർത്താവ് സൃഷ്ടിച്ച, നിത്യതയോളം കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി കർത്താവ് സൃഷ്ടിച്ച ആത്മാക്കൾ നമ്മൾ സുവിശേഷ വേല ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ വചനം പ്രസംഗിക്കാത്തത് കൊണ്ട് നശിച്ചു പോകുന്നെങ്കിൽ, കായന്റെ മേൽ വന്ന ശാപമായിരിക്കുമോ നമ്മുടെ മേൽ വരുന്ന ശാപമായിരിക്കുമോ വലുത്? ശരീരത്തിന്റെ ജീവനാണോ ആത്മാവിന്റെ ജീവനാണോ പ്രധാനപ്പെട്ടത്? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അച്ഛൻ ഒലോക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കാട് ജില്ലയിലെ ഒലോക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ധോണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനകേന്ദ്രം പണിയുക. അവിടേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുക. ബസ് കുറവാണ്. അപ്പോൾ ഒരു ബൈക്കുകാരൻ്റെ പുറകെ ബൈക്കിൽ കയറി ഒന്ന് യാത്ര ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ, പരിചയമില്ലാത്ത ബൈക്കുകാരനാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഇദ്ദേഹം പറഞ്ഞു ഷൈജു എന്നാണ് പേര്. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ ഞായറാഴ്ച എന്താ വണ്ടിയായിട്ട് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞു. വിശ്വാസി എന്ന് പറഞ്ഞാൽ എനിക്ക് സംശയമായി. ഇത് കത്തോലിക്കനാണെങ്കിൽ ഞായറാഴ്ച വിശ്വാസി ആയതുകൊണ്ട് വണ്ടിയും കൊണ്ട് പോകാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. മിക്കവാറും അന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഓട്ടം. അപ്പോൾ വീണ്ടും ഇവരോട് ചോദിച്ചു, അപ്പോൾ എവിടെയാണ് പ്രാർത്ഥന, ഏതാ ഇടവക ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ പരിങ്ങി ഓരോ ചോദ്യം ചോദിച്ചപ്പോൾ ഇവന് കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞു, ഫാദറെ, ഞാനൊരു സ്വതന്ത്ര സഭയിലെ വ്യക്തിയാണ്. എൻ്റെ പേര് ഷൈജു. ഞാൻ കഴിഞ്ഞ വർഷം മാമോദിസം മുങ്ങിയതാണ്. ഇന്ന ബാംഗ്ലൂരിൽ നിന്ന് ഒരു പാസ്റ്റർ വന്ന് മാമോദിസം മുക്കിയതാണ്. എന്നിട്ട് അവൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഈ മനുഷ്യൻ ആ ദേശത്ത് 40ഓളം പേരെ യേശുക്രിസ്തുവിന് വേണ്ടി നേടി. ഞാൻ ഈ ചെറുപ്പക്കാരോട് ചോദിച്ചു, അല്ല ഷൈജു, വീട്ടുകാരെന്ത് പറയുന്നു, പാർട്ടിക്കാരെന്ത് പറയുന്നു, നാട്ടുകാർ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ ഷൈജു പറഞ്ഞൊരു കാര്യമുണ്ട്, ഫാദറെ, നാട്ടുകാരല്ല എനിക്ക് ചെലവിന് തരുന്നത്. ഫാദറെ, നാട്ടുകാരല്ല എനിക്ക് ചെലവിന് തരുന്നത്. ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ അത് എനിക്ക് യേശുക്രിസ്തുവിനോട് കമ്മിറ്റ്മെന്റ്, നാട്ടുകാരോടല്ല. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല, ഞാൻ മനുഷ്യരുടെ പ്രീതിയാണോ ദൈവത്തിൻ്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ കർത്താവിൻ്റെ ദാസൻ ആവുകയില്ലായിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈ കാലഘട്ടത്തിൽ സഭാ സമൂഹങ്ങൾ നശിക്കുമ്പോൾ, സഭകൾ ശുഷ്കിക്കുമ്പോൾ, ദേശങ്ങളിൽ ഇടവകൂട്ടായ്മകൾ അന്യം നിന്ന് പോകുമ്പോൾ തിരിച്ചറിയണം, നമ്മൾ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കുന്നില്ല എന്നുള്ളത്. ഇന്ന് പലരുടെ മനസ്സിൽ പിശാച് കൊടുത്തൊരു ചിന്തയുണ്ട്, ഇന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഞെരുക്കമാണ്, കഷ്ടപ്പാടാണ്, ചിലപ്പോൾ ജീവൻ പോകും, ചിലപ്പോൾ കെട്ടിടങ്ങൾ തകർക്കും, പള്ളികൾ കത്തിച്ചെന്ന് വരും. അതിന് പല സ്ഥലങ്ങളിലും പലരും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ആരും ഒന്നും പറയരുത്, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറയരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്ന്. സഭാപിതാക്കന്മാര് വളരെ വ്യക്തമായി പഠിപ്പിച്ചു യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്ന്. പിന്നെ അവിടെ ഇവിടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതിരിക്കുമ്പോൾ തിരിച്ചറിയണം, ഇടർച്ച നൽകുന്ന ദുരുപദേശങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ ഒരു ദൂതൻ തന്നെയോ വന്ന് പ്രസംഗിച്ചാൽ അവൻ
ശപിക്കപ്പെടാനായിരിക്കും. സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്, സഭാപിതാക്കന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിപരീതമായി പഠിപ്പിക്കുന്നുണ്ടാകുമ്പോൾ തിരിച്ചറിയുക, അത് ശപിക്കപ്പെട്ട ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകരെ പറഞ്ഞൊരു കാര്യം അച്ഛൻ ആദ്യം സൂചിപ്പിച്ച പോലെ, സാഹചര്യം അനുകൂലമല്ല, പ്രതികൂലമാണ്. ജീവൻ പോകും, പള്ളി തകർക്കും, കെട്ടിടങ്ങൾ തകർക്കും, നമുക്ക് കുറച്ചുകാലം കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ഭീരുത്വത്തിന്റെ ദുരാത്മാവ് ഇന്ന് നമ്മുടെ സഭാ കൂട്ടായ്മകളെ ബാധിച്ചിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്. ഈശോ പഠിപ്പിക്കുകയാണ്, അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവനും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലഘട്ടം വരുന്നു. നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവനും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലഘട്ടം വരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത് നിങ്ങൾ വിവേകത്തോടെ ജീവിക്കാനാണ് പറഞ്ഞത്. വിവേകം വേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ നോക്കി കണ്ടും സുവിശേഷം ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ലോജിക്കും നമ്മൾ ചിന്തിക്കുന്ന ആർഗ്യുമെന്റുകളാണ് യേശുക്രിസ്തുവിനെങ്കിൽ 3.5 വർഷം സുവിശേഷ വേല ചെയ്ത് കുരിശിൽ മരിച്ച് അവസാനം ഉദ്ധിതനായ യേശു ശിഷ്യന്മാരെ കാണുമ്പോൾ എന്തായിരുന്നു ശരിക്കും പറയുക? നമ്മൾ ചിന്തിക്കുന്ന പോലെ യേശു ചിന്തിച്ചിരുന്നെങ്കിൽ മിക്കവാറും പത്രോസിനെ കാണുമ്പോൾ ഈശോ നെഞ്ചത്ത് കൈവച്ച് പറയും, എൻ്റെ പത്രോസ്, ഞാനോ വിവേകമില്ലാതെ പെരുമാറിപ്പോയി, ഞാനോ കുരിശ് തറയ്ക്കപ്പെട്ടു, എൻ്റെ ജീവിതവും പോയി, നിങ്ങളെങ്കിലും ഇനി കുറച്ചു കാലം കൂടെ ജീവിച്ച് വിവേകേടൊന്നും കാണിക്കരുത്, സാഹചര്യം അനുകൂലമാണോ പ്രതികൂലമാണോ നോക്കിയിട്ടൊക്കെ. അങ്ങനെയാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങളെ കൊല്ലുന്ന ഏതൊരും ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലഘട്ടം വരുന്നു. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 24-ാം തിരുവചനം കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. സ്വന്തം ജീവൻ യേശുക്രിസ്തുവിനെ പ്രതി നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടിയെടുക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രതി സുവിശേഷത്തിന് വേണ്ടിയോ ജീവൻ കൊടുക്കാൻ തയ്യാറാകാതെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവര് അതിനെ നഷ്ടപ്പെടുത്തും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിലാണെങ്കിലും ധ്യാനത്തിൽ പങ്കെടുപ്പിലാണെങ്കിലും നമ്മൾ കർത്താവ് എനിക്ക് യേശുവിന് വേണ്ടി മരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, അതോ എങ്ങനെയും കർത്താവ് കുറച്ചും കൂടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം? എന്നെ പ്രതി ആരെങ്കിലും ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മളോട് വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഞെരുക്കങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകണം. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ശാന്തമായി വീട്ടിൽ വന്ന് കർത്താവ് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കണമേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്? ഒരു സ്ഥലത്ത് ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകണം, അവിടെയും വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു, എൻ്റെ നാമം നിമിത്തം സർവരാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദൗത്യം നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെ നിർവഹിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ, അഭിഷേകം ഉണ്ടാവുകയുള്ളൂ. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരു കാര്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ, അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും വന്ന ആളുകൾ ജനങ്ങളെ പ്രേരിപ്പിച്ച് കല്ലെറിയിച്ചു. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും വന്ന ആളുകൾ യഹൂദന്മാരെ പ്രേരിപ്പിച്ച് കല്ലെറിയിക്കുകയാണ്. കല്ലേറ് കൊണ്ട് വചനം പഠിപ്പിക്കുന്നു, മരിച്ചു പോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. ഒരു ജഡം നഗരത്തിനകത്ത് കടന്ന് ജീർണിക്കാതിരിക്കാൻ വേണ്ടി
പൗലോസ് അപ്പോസ്തലൻ മരിച്ചു എന്ന് വിചാരിച്ച് ഒരു ചത്ത പട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവർ അവനെ വലിച്ചുകൊണ്ട് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. വചനം പഠിപ്പിക്കുന്നു, എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അടുത്ത ദിവസം വീണ്ടും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചു. ഹല്ലേലൂയ. ഈ പൗലോസിന് ബുദ്ധിയുണ്ടോ? ഈ പൗലോസിന് വിവേകമുണ്ടോ? ഈ പൗലോസിന് പ്രൂഡൻസ് ഉണ്ടോ? കല്ലേറ് കൊണ്ട് ചത്തു എന്ന് വിചാരിച്ച് ഒരു ചത്ത പട്ടിയെ പോലെ വലിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട പൗലോസാണ്. ശിഷ്യന്മാരെ വന്ന് കൂട്ടായ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തി പ്രാപിച്ചു. വീണ്ടും അതേ നഗരത്തിൽ തന്നെ തിരിച്ചു വന്ന് യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു. ആദിമസഭയിലെ അഭിഷേകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന അഭിഷേകമായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 23 മുതൽ വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അടുത്ത നഗരങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എല്ലാ നഗരത്തിലും കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്, പൗലോസ് നീ പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും കാരാഗ്രഹവും പീഡനങ്ങളുമാണ് നിന്നെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ പൗലോസിനോട് പറയണ്ടേ, പൗലോസ് നീ അവിടെ പോയാൽ കാരാഗ്രഹത്തിൽ പോയി സമയം പോകും, പീഡനം ഉണ്ടാവും, അതുകൊണ്ട് വടക്കോട്ട് പോകണ്ട, തെക്കോട്ട് പോയാൽ മതി, പീഡനമില്ലാത്ത സ്ഥലത്തോട്ട് പോകാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അടുത്ത വാക്കിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. യേശുക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അടിസ്ഥാന പാപം എന്ന് പറയുന്നത് യേശു ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഏഷ്യയിലെ സഭ ഡോക്യുമെന്റിൽ 20-ാമത്തെ പാരഗ്രാഫിൽ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പഠിപ്പിച്ചു, ഏഷ്യയിലെ സഭ ഏഷ്യയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആദര ശുശ്രൂഷ നൽകുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ഏഷ്യയിലെ സഭ ഏഷ്യയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യം നൽകുന്നുണ്ട്. അതും നല്ല കാര്യമാണ്. ഏഷ്യയിലെ സഭ ഏഷ്യയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സാമൂഹിക സേവന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതും നല്ല കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. എൻ്റെ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, എന്നാൽ ഇതൊന്നും രക്ഷകനായ യേശുക്രിസ്തുവിന് ഏഷ്യയിലെ ജനങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതിന് പകരമല്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ പങ്കുവെച്ച് കൊടുക്കുന്നതിന് പകരമല്ല ബാക്കിയുള്ള ഏത് ശുശ്രൂഷയും. കാരണം യേശു ഏകരക്ഷകന് കർത്താവുമാണെന്ന് സകല ജനതകൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പ്രസംഗിച്ചേ മതിയാവും. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ എല്ലാവർക്കും ഇതുപോലെ വചനം പ്രസംഗിക്കാൻ, മൈക്ക് പിടിച്ച് പ്രസംഗിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് സഭ 2 വ്യക്തികളെയാണ് സുവിശേഷകരുടെ മധ്യസ്ഥരായി വെച്ചത്. ഒന്ന് വിശുദ്ധ കൊച്ചുദേശിയം, മഠത്തിന് പുറത്തിറങ്ങാതെ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ച് വേദപാരംഗതിയായ വിശുദ്ധ കൊച്ചുദേശിയം. രണ്ടാമത് ഫ്രാൻസിസ് സേവ്യർ, പകല് മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി ഓടി നടന്ന് കാലുപൊട്ടി രാത്രിയാമങ്ങളിൽ കുരിശെ കെട്ടിപ്പിടിച്ച് എനിക്ക് ആത്മാക്കളെ തരിക, മറ്റെല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ഫ്രാൻസിസ് സേവ്യർ. വചനം നേരിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നവർ നേരിട്ട് പ്രസംഗിക്കുക. ഇനി നേരിട്ട് പ്രസംഗിക്കാൻ പറ്റാത്തവർ സുവിശേഷത്തിന്റെ മാധ്യമങ്ങൾ, അത് ശാലോമിന്റെ പ്രസിദ്ധീകരണങ്ങളായിരിക്കാം, വചനോത്സവ പ്രസിദ്ധീകരണങ്ങളായിരിക്കാം, വചനമുള്ള പ്രസിദ്ധീകരണം കൊടുത്ത് വചനം പങ്കുവയ്ക്കുക. അങ്ങനെ അതും പറ്റാത്തവര് സമ്പത്ത് കൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുക, സമയം കൊണ്ട് യേശു ക്രിസ്തുവിനോട് വേല ചെയ്യുക, മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് സുവിശേഷ വേല ചെയ്യുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇതിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ വിളക്കിൽ എണ്ണയില്ലാത്ത കന്യകമാരെ പോലെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാത്ത ഒരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ദൈവമക്കൾ, പരിശുദ്ധാത്മാവിന്റെ ആലയമായി ശരീരങ്ങൾ, ഓരോ വ്യക്തിയുടെ ആത്മാക്കൾ യേശുക്രിസ്തുവിനെ അറിയാതെ നശിച്ചു പോകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ആലയമായ ഓരോ വ്യക്തി ജീവിതങ്ങളും നാശത്തിലൂടെ പോകുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങൾ അധ്വാനിച്ചിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഏറെ വിതച്ചു, അല്പം മാത്രം കൊയ്തു. നിങ്ങൾ വസ്ത്രങ്ങൾ പുതയ്ക്കുന്നു, കുളിര് മാറുന്നില്ല. നിക്ഷേപങ്ങൾ വയ്ക്കുന്നത് ഓട്ടപാത്രത്തിൽ വെക്കുന്നത് പോലെ മാത്രം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഈ രാത്രിയിൽ വ്യത്യസ്ത ദേശങ്ങളായിരുന്ന കർത്താവിന്റെ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ദൈവമക്കളെ, നിന്റെ ആരാധനയുടെ കുറവുകൊണ്ടല്ല, നിന്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടല്ല നിന്റെ ജീവിതത്തിൽ അഭിഷേകത്തിൽ ഒഴുക്ക് വരാത്തത്, നീ അഭിവൃദ്ധി പ്രാപിക്കാത്തത്,
നിന്റെ കുടുംബം അനുഗ്രഹത്തിലേക്ക് വരാത്തത്, നിന്റെ സഭ ഉണർവിലേക്ക് വരാത്തത് കർത്താവ് പറഞ്ഞ ജീവന്റെ വചനം നീ സാക്ഷ്യപ്പെടുത്തുന്നില്ല, നീ പ്രസംഗിക്കുന്നില്ല. രണ്ട് കരങ്ങളൊന്ന് കർത്താവിലേക്ക് ഉയർത്താം. രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുകയും മനസ്സ് തുറന്ന് കണ്ണുകളടച്ച് എല്ലാവരും രാത്രി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധ കൊച്ചുദേവസിയോട് ചേർന്ന്, വിശുദ്ധ ഫ്രാൻസിസ് ദേവതയോട് ചേർന്ന് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത ദേശങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയ ദാഹം, ആത്മാക്കൾക്ക് വേണ്ടിയ ദാഹം, ഒരു പുതിയ അഭിഷേകം കർത്താവ് ഞങ്ങൾ ഭക്ഷിക്കണം.